അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിരുന്നു അല്ലേ. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതായത് 2 വേരിയബിളിൽ വരുന്നത് z is equal to f of x y. ഇതിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? ഡോ z ബൈ ഡോ എക്സും അതുപോലെ തന്നെ ഡോ z ബൈ ഡോ വൈ. അതായത് നമ്മൾ ഡോ z ബൈ ഡോ എക്സിലാണ് ചെയ്യുന്നതെങ്കിൽ വൈനെ കോൺസ്റ്റന്റ് ആക്കും, ഡോ വൈയിലാണ് ചെയ്യുന്നതെങ്കിൽ എക്സിനെ കോൺസ്റ്റന്റ് ആക്കും. അപ്പോൾ ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഓഫ് മോർ ദാൻ 2 വേരിയബിൾസ് ആണ്, അതായത് 3 more വേരിയബിൾസ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്യാൻ നോക്കാം. സപ്പോസ് z is equal to അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ w ആണ് നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത്, അതുപോലെ നമുക്ക് എഴുതാം w is equal to f of x y z. ഇങ്ങനെയാവുമ്പോൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡോ w ബൈ ഡോ എക്സ് അല്ലേ. ഇവിടെ നമ്മൾ എക്സിൽ ചെയ്യുമ്പോൾ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താവും? വൈയും സെഡും കോൺസ്റ്റന്റ് ആവും. വൈയും സെഡും കോൺസ്റ്റന്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതുപോലെ ഡോ w ഡിവൈഡ് ബൈ ഡോ വൈ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? എക്സും സെഡും കോൺസ്റ്റന്റ് ആക്കാം അല്ലേ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ മോർ ദാൻ 2 വേരിയബിൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. പിന്നെ അതുപോലെ ഡോ w ഡിവൈഡഡ് ബൈ ഡോ z ആണെന്നുണ്ടെങ്കിലോ എക്സും വൈയും കോൺസ്റ്റന്റ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം നോക്കാം. ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ഇത് ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം 2 വേരിയബിൾ ആവുന്നത് പോലെ തന്നെയാണ് 3 വേരിയബിളിലും വരുന്നത്. ഇവിടെ വേരിയബിൾ 2ഓ അതിലധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കോൺസ്റ്റന്റ് ആക്കില്ല, ഒന്നിന് മാത്രം പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി പ്രോബ്ലം നോക്കാം. ആണ് നമ്മളുടെ പ്രോബ്ലം. ഇഫ് f of x y t equal to e raised to minus 3 pi t cos 4x sin 6y, find the partial derivatives of f with respect to x, y and t. അപ്പോൾ നമ്മളോട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. എഫ് തന്നിട്ടുണ്ട്, e raised to minus 3 pi t cos 4x sin 6y. അപ്പോൾ നമുക്ക് ഏതൊക്കെ ചെയ്യണം? ഡോ എക്സ് ബൈ എക്സിലും വൈയിലും ടിയിലും ചെയ്യണം അല്ലേ. ഇവിടെ എക്സ് വൈ ടി ആണ്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? എഫ് എക്സ് എന്ന് കൂടെ എഴുതാം അല്ലേ. ഡോ എഫ് ബൈ ഡോ എക്സ് ഓർ എഫ് എക്സ് എന്ന് എഴുതാം. അതുപോലെ ഡോ എഫ് ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യണം, ഡോ എഫ് ബൈ ഡോ ടിയും കാൽക്കുലേറ്റ് ചെയ്യണം. ഇങ്ങനെ എഫ് വൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ അതിന് എഫ് ടി എന്ന് എഴുതാം, എഫിന്റെ സഫിക്സിൽ എഴുതാം. നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഡോ എഫ് ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എന്താണ്? e raised to minus 3 pi t cos 4x sin 6y. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ എക്സിൽ നമ്മൾ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈയും ടിയും കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ e raised to minus 3 pi t എന്ന് പറഞ്ഞാൽ ഇത് ടി വരുന്ന ടേം ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ എഴുതാം, e raised to minus 3 pi t cos 4x. എക്സിന്റെ ടേമിൽ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് എക്സിലാണ് അല്ലേ. cos 4x എന്ന് പറഞ്ഞാൽ cos 4x എന്ന് പറഞ്ഞാൽ എക്സിന്റെ ടേം ആണ്. കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും? ഇൻറ്റു മൈനസ് സൈൻ 4x ഇൻറ്റു 4xന്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? 4 ഇൻറ്റു 4. പിന്നെ സൈൻ 6y. സൈൻ 6y എന്നുള്ളത് വൈയിൽ വരുന്ന ടേം ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിനെന്ത് എഴുതാം? സൈൻ 6y തന്നെ എഴുതാം. ഈക്വൽ ടു എന്ത് വരും? മൈനസ് 4 e raised to minus 3 pi t sin 4x sin 6y. ഇതാണ് എന്ത് വരുന്നത്? ഡോ എഫ് ബൈ ഡോ എക്സ്. ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൂ, നെഗറ്റീവ് ഇവിടെ എഴുതി. മൈനസ് 4 e raised to minus 3 pi t sin 4x sin 6y. ഇനി അടുത്തത് എന്താണ്? ഡോ എഫ് ബൈ ഡോ വൈ. ഡോ എഫ് ബൈ ഡോ വൈ നോക്കാം. ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ e raised to minus 3 pi t cos 4x sin 6y അല്ലേ. ഈക്വൽ ടു ഇതെന്താണ്? ഇവിടെ ഏതൊക്കെ കോൺസ്റ്റന്റ് വരിക? എക്സും ടിയും അല്ലെ. കാരണം നമ്മൾ വൈയിലാണ് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, അപ്പോൾ എക്സും ടിയും കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമ്മൾ എക്സിലായിരുന്നു ചെയ്യുന്നത്, അപ്പോൾ വൈയും ടിയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? ഈക്വൽ ടു ഇതിനെ
എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ടി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ എഴുതാം e−3πt cos 4x എക്സും കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ എന്ത് എഴുതാം cos 4x. അതിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട, അത് അതുപോലെ തന്നെ എഴുതി. sin 6y വൈയിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ sin 6yന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. cos 6y ഇൻറ്റു 6 അല്ലേ. 6yന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇൻറ്റു 6 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു 6e3πt ഈ 6നെ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരാം. 6e−3πt cos 4x ഇൻറ്റു sin 6y. ഇതാണ് എന്ത് വരുന്നത്? ∂f/∂y. ഇനി ഇതുപോലെ എന്ത് ചെയ്യാം? ∂f/∂t കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് ∂by∂t ഓഫ് എഫ് എന്തായിരുന്നു? e−3πt cos 4x sin 6y. ഇവിടെ ഏതൊക്കെയാണ് കോൺസ്റ്റന്റ് വരിക? എക്സും വൈയും കോൺസ്റ്റന്റ് ആണ്. ടിയിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എക്സും വൈയും കോൺസ്റ്റന്റ് ആണ്. ഈക്വൽ ടു ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, കാരണം ഇത് ടി ഉള്ള ടേം ആണ് അല്ലേ. e−3πt എന്ന് പറഞ്ഞാൽ e−xന്റെ ഡെറിവേറ്റീവ് എന്താണ്? -e−x എന്ന് വരും അല്ലേ. e−xന്റെ e−x ആണ്. അപ്പോൾ e−x എന്ന് പറഞ്ഞാൽ -e−x വരും. -e−3πt ഇൻറ്റു 3πt ഉണ്ട് അല്ലേ. അവിടെ 3π കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എന്ത് വരും? ഇൻറ്റു 3π cos 4x അതുപോലെ തന്നെ എഴുതാം, കാരണം അത് കോൺസ്റ്റന്റ് ആണ്. sin 6xും 6yയും അതുപോലെ എഴുതാം, അതും കോൺസ്റ്റന്റ്. ഇത് ഈക്വൽ ടു എന്ത് വരും? -3π e−3πt cos 4x sin 6y. അപ്പോൾ ഇതാണ് ഇത് വരുന്നത് ∂f/∂t. അപ്പോൾ നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് എപ്പോഴും ഏതാക്കിയെടുക്കുന്നത്, അതിനെ പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാതിരുന്നാൽ മതി. ബാക്കി നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് ടേമിനെ മാത്രം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം നോക്കും. If resistors of R1, R2 and R3 ohms are connected in parallel to make an R ohm resistor, the value of R can be found from the equation 1/R is equal to 1/R1 plus 1/R2 plus 1/R3. Find ∂R/∂R2 when R1 is equal to 30, R2 is equal to 45 and R3 equal to 90 ohms. ഇവിടെ റെസിസ്റ്റേഴ്സ് ഓഫ് R1, R2 ആൻഡ് R3 ഓമിലാണ് അല്ലേ. റെസിസ്റ്ററിന്റെ യൂണിറ്റ് ഓം ആണ്. ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ നമ്മൾ R1, R2, R3 എന്ന് പറഞ്ഞ റെസിസ്റ്ററിനെ ആർ ഒറ്റ ഓം ആയിട്ട് അല്ലേ, ആർ എന്നുള്ള റെസിസ്റ്റർ ആയിട്ട് നമ്മൾ പാരലായിട്ട് അറേഞ്ച് ചെയ്യാണ്. R1, R2, R3 എന്നുള്ള ഒറ്റ പാരലായിട്ട് അതിനെ നമ്മൾ ഒരു റെസിസ്റ്റർ ആക്കിയിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ പ്രോബ്ലം നമുക്ക് ∂R/∂R2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ∂R/∂R2 ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ ആറിൻ്റെ വാല്യൂ R1ഉം R2ഉം R3യും തന്നിട്ടുണ്ട് അല്ലേ. അത് ∂R/∂R2 ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. വെൻ R1ഉം R2ഉം R3യും ഇതിലാവുമ്പോൾ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 1/R is equal to 1/R1 plus 1/R2 plus 1/R3. ഈ ഒരു ഇക്വേഷൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇത് നമുക്ക് ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തൂടെ. 1/R is equal to 1/R1 എത്രയാണ്? 30 plus 1/R2 എത്രയാണ്? 45 plus 1/R3 എന്ന് പറയുമ്പോൾ 90 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ LCM എടുക്കാം അല്ലേ. 90 LCM ആകുമ്പോൾ എന്ത് വരും? ഇവിടെ 30ലേക്ക് 13 × 3 ആണ് 19 വരുന്നത്. അപ്പോൾ മുകളിൽ 3 കൊടുക്കാം. പ്ലസ് 45 × 2 ആണ്. അപ്പോൾ എന്ത് 2 വരും. പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്ത് വരും? 6/19 വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/15. 1/15 ആണ് എന്ത് വരുന്നത്? 1/R വരുന്നത്. അപ്പോൾ എന്ത് കിട്ടും? R is equal to 15. ആറിൻ്റെ ആൻസർ എന്താണെന്ന് കിട്ടി? 15 ആണ് കിട്ടി അല്ലേ. R is equal to 15 ആണെന്ന് കിട്ടി. അപ്പോൾ ആറ് നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് ∂R/∂R2 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ R1 കിട്ടി, R2, R3 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആറും കിട്ടി 15 ആണെന്നുള്ളത്. ഇനി നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. 1/R is equal to 1/R1 plus 1/R2 plus 1/R3 ആണ്.
ഇതിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡോ ആർ ബൈ ഡോ ആർ ടു കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഈ ഇക്വേഷൻ അറിയാം അല്ലേ. ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക, ആർ ടൂല് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കാരണം നമുക്ക് ആർ ടൂലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ആർ ടു. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഡോ ബൈ ഡോ ആർ ടു ഓഫ് 1/r is equal to ഡോ ബൈ ഡോ ആർ ടു ഓഫ് 1/r1 പ്ലസ് 1/r2 പ്ലസ് 1/r3 അല്ലേ. നമുക്ക് r കിട്ടിയത് ഓർമ്മ ഉണ്ടായിരിക്കണം 15 ആണെന്നുള്ളത്. ഇനി ഇവിടെ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇതിനെ നമ്മൾ എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, 1/r വിത്ത് റെസ്പെക്ട് ടു ആർ ടൂലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലേ. ആർ ടൂല് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 1/xന്റെ ഡെറിവേറ്റീവ് എന്താണ് സാധാരണ, 1/-1/x² അല്ലേ. അതിനെ നമ്മൾ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് -1/x² വരിക. വൈയിലാണെന്നുണ്ടെങ്കിലോ -1/x² ഇൻറ്റു dy/dx നമ്മൾ സാധാരണ എഴുതാറുണ്ട്. അതുപോലെ ഇവിടെ എന്ത് വരും, -1/r² ഇൻറ്റു ഡോ ആർ ബൈ ഡോ ആർ ടു ഈക്വൽ ടു, ഇവിടെ ആർ ടുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ r1ഉം r3യും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 0. ഇതിന്റെ ഡെറിവേറ്റീവ് 0. ബാക്കി എന്ത് വരും, -1/r². r2ന്റെ ഡെറിവേറ്റീവ് -1/r². ഇത് നമുക്ക് എന്ത് എഴുതാം, മൈനസ് ക്യാൻസൽ ചെയ്യാം. ഡോ ആർ ബൈ ഡോ ആർ ടു ഇസ് ഈക്വൽ ടു 1/r². ഈ r2 1/r² ഇങ്ങോട്ട് പോരും അല്ലേ. അപ്പോൾ ഇൻറ്റു എന്ത് വരും, r² ദാറ്റ് ഈസ് ഈക്വൽ ടു r/r2². അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡോ ആർ ബൈ ഡോ ആർ ടു ഇസ് ഈക്വൽ ടു r/r2². ഇനി നമുക്ക് ഡോ ആർ ബൈ ഡോ ആർ ടു തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവൻ എപ്പോൾ ആറും r2ൻ്റെയും വാല്യൂ, r2 45ഉം r1 30ഉം r3 90 ആവുന്ന ടൈമിൽ. അപ്പോൾ നമുക്ക് ഡോ ആർ ബൈ ഡോ ആർ ടുവിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, ഈക്വൽ ടു r. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടി എന്താണ്, 15 ആണ് അല്ലേ. അതായത് 15/r2 എന്താണ്, 45. 15/45² ഈക്വൽ ടു എന്ത് വരും, ഈക്വൽ ടു 15/45 എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം അല്ലേ. ഇവിടുന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും, 45, ഇവിടെ 9, 3, പിന്നെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 എന്ന് വരും അല്ലേ. 1/3 എന്ന് വരും, 1/3² എന്ന് വരും, 1/3² ദാറ്റ് ഈസ് ഈക്വൽ ടു 1/9 വരും. അപ്പോൾ എന്ത് കിട്ടി, ഡോ ആർ ബൈ ഡോ ആർ ടു ഇസ് ഈക്വൽ ടു 1/9 കിട്ടി. ഇതായിരുന്നു നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരുന്നത്. 1/r എന്നുള്ള ഇക്വേഷൻ നമുക്ക് തന്നിരുന്നു, 1/r1 പ്ലസ് 1/r2 പ്ലസ് 1/r3 ആണെന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡോ ആർ ബൈ ഡോ ആർ ടു ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഈ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തന്ന ഇക്വേഷനിൽ രണ്ട് സൈഡിലും പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു r2. അപ്പോൾ നമ്മൾ r2ൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ -1/r². ഇൻറ്റു ഡോ ആർ ബൈ ഡോ ആർ ടു വരും. ഇവിടെ ഇതും കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. ഇത് മാത്രമേ ഉള്ളൂ ആൻസർ വരിക, അത് -1/r². അപ്പോൾ നമ്മൾ ഡോ ആർ ബൈ ഡോ ആർ ടു കിട്ടും. അപ്പോൾ ഡോ ആർ ബൈ ഡോ ആർ ടു കിട്ടുമ്പോൾ r-ന്റെ വാല്യൂ ആണ് ഇനി ഇവിടെ വേണ്ടത്. നമുക്ക് r1ഉം r2ഉം r3യും തന്നിരുന്നു. അതിൽ നിന്ന് നമ്മൾ r-ന്റെ വാല്യൂ 15 ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഡോ ആർ ബൈ ഡോ ആർ ടു ഇസ് ഈക്വൽ ടു 1/9 ആണ്. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഹയർ ഓർഡേഴ്സ് ആണ്. അത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഫസ്റ്റ് ഓർഡർ ആയിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് ഓർഡർ ഒക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഹയർ ഓർഡർ. നമുക്ക് ഇപ്പോൾ സാധാരണ നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഓർ ഡോ എഫ് ബൈ ഡോ വൈ, ഇത് ഫസ്റ്റ് ഓർഡർ ആണ് അല്ലേ. സാധാരണ നമ്മൾ ഡിഫറൻസിയേഷനും എങ്ങനെയാണ്, ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിയേഷൻ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്, തേർഡ് ഉണ്ട്, എല്ലാതും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പാർഷ്യൽ ഡിഫറൻസിയേഷനും ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും അങ്ങനെ ഹയർ ഓർഡേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓർഡറിനെ എങ്ങനെ സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഓർ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്, ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതാറുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് അല്ലേ. അതായത് നമ്മൾ ഫസ്റ്റ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ആയിരുന്നു, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിരുന്നു. അതിനെ വീണ്ടും പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. ഇതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഡോ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് അല്ലേ.
ഡബിൾ എക്സ് വരും സഫിക്സിൽ. അതായത് ഫസ്റ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തു, വീണ്ടും അതിനൊന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം പാർഷ്യലി. അതുപോലെ തന്നെയാണ് ഇത് വരുന്നത്. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാൽ സെക്കൻഡ് ഓർഡർ എന്ത് ചെയ്യും, സെക്കൻഡ് ആയിട്ട് മാറും. ഓർഡർ ഇവിടെ സെക്കൻഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെ തേർഡ് ഓർഡർ ഉണ്ട്, ഫോർത്ത് എല്ലാം വരും. അതുപോലെ ഇത് അല്ലേ, അതായത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തതിനു ശേഷം എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. ഇവിടെ നമ്മൾ എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് മിക്സ്ഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. മിക്സ്ഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്. മിക്സ്ഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഇവിടെ ഏതാണ് ഓർഡർ, സെക്കൻഡ് അല്ലേ, അപ്പോൾ ഇത് മിക്സ്ഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഓർഡർ ആണ്. അങ്ങനെ മിക്സ്ഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എല്ലാതും വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു തിയറം ഉണ്ട്, ജസ്റ്റ് ഒരു യൂളേഴ്സ് തിയറം അല്ലെങ്കിൽ മിക്സ്ഡ് പാർഷ്യൽ തിയറം എന്ന് പറയുന്നത്. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സും ഈക്വൽ ആയിരിക്കും whenever, that is ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് whenever fx f by fxy fyx are continuous. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈയും അതുപോലെ തന്നെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് മിക്സ്ഡ് ഡെറിവേറ്റീവ് തിയറം പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നോക്കാം. അപ്പോൾ പ്രോബ്ലം നോക്കൂ. കമ്പ്യൂട്ട് ദ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ദ ഫംഗ്ഷൻ g of xy is equal to x square y plus cos y plus y sin x. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം, ഡോ സ്ക്വയർ g ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ g ബൈ ഡോ വൈ സ്ക്വയർ, ഡോ സ്ക്വയർ g ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ സ്ക്വയർ g ബൈ ഡോ വൈ ഡോ എക്സ്. ഇത്രയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡോ സ്ക്വയർ g ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇതിനെ എങ്ങനെ എഴുതാം, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ g ബൈ ഡോ എക്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡോ ജി ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷമാണ് അതിനെ വീണ്ടും എക്സിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഡോ ജി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് ജി എന്തായിരുന്നു, എക്സ് സ്ക്വയർ വൈ പ്ലസ് കോസ് വൈ പ്ലസ് വൈ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, വൈ എന്താണ്, കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും, 2x, ഇവിടെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക 2xy, വൈനെ അതുപോലെ തന്നെ എഴുതി. കോസ് വൈ അവിടെ എന്താണ്, 0 ആയി പോകും അല്ലേ. കാരണം കോസ് വൈൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് 0 ആയി പോകും. പ്ലസ് 0 പ്ലസ് വൈ കോൺസ്റ്റന്റ് ആണ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, കോസ് എക്സ്. ദാറ്റ് ഈസ് 2xy പ്ലസ് വൈ കോസ് എക്സ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഡോ ജി ബൈ ഡോ എക്സ് കിട്ടി. ഇനി എന്താ വേണ്ടത്, ഡോ ജി ബൈ ഡോ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വീണ്ടും എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം പാർഷ്യലി അല്ലേ. അപ്പോൾ എന്ത് വരും, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ സ്ക്വയർ ജി ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ജി ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ എക്സ് ഓഫ് ഡോ ജി ബൈ ഡോ എക്സ് എന്താണ്, ഡോ 2xy പ്ലസ് വൈ കോസ് എക്സ് ഈക്വൽ ടു 2x. 2x പറയുമ്പോൾ ഇത് വരും 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. 2y പ്ലസ് വൈ കോസ് എക്സ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ എക്സ് അല്ലേ. മൈനസ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 2y മൈനസ് വൈ സൈൻ എക്സ്. ഇതാണ് എന്ത് വരുന്നത്, ഡോ സ്ക്വയർ ജി ബൈ
ഡോ സ്ക്വയർ ജി ബൈ ഡോ എക്സ് സ്ക്വയർ വരുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമുക്കൊന്ന് കിട്ടിയില്ലേ, ഡോ സ്ക്വയർ ജി ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടി. അതുപോലെ ഇനി എന്ത് ചെയ്യാം, ഡോ സ്ക്വയർ ജി ബൈ ഡോ വൈ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. ഡോ സ്ക്വയർ ജി ബൈ ഡോ വൈ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ജി ബൈ ഡോ വൈ എന്ന് എഴുതാം അല്ലേ. ഡോ ജി ബൈ ഡോ വൈ എങ്ങനെ എഴുതാം, ഡോ ബൈ ഡോ വൈ ഓഫ് ജി, ജി എന്താണ്, എക്സ് സ്ക്വയർ വൈ പ്ലസ് കോസ് വൈ പ്ലസ് വൈ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സിലാണ് വൈയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് എന്താണ്, കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ എന്തുവരും, എക്സ് സ്ക്വയർ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വൈന് 1 ആയി പോകും, പ്ലസ് കോസ് വൈ, കോസിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു, മൈനസ് സൈൻ വൈ പ്ലസ് വൈ ഇൻറ്റു വൈ 1 ആയി പോകും, സൈൻ എക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എന്ത് വരും, സൈൻ എക്സ്. ദിസ് എക്സ് സ്ക്വയർ മൈനസ് സൈൻ വൈ പ്ലസ് സൈൻ എക്സ് എന്നാണ് ഡോ ജി ബൈ ഡോ വൈ വരുന്നത്. ഇനി എന്ത് ചെയ്യാം, അതിനൊന്നും കൂടെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലേ. ഡോ സ്ക്വയർ ജി ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ജി ബൈ ഡോ വൈ. ഡോ ജി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് സൈൻ വൈ പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടു, ഇവിടെ വൈയിൽ ചെയ്യുമ്പോൾ എക്സ് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 വരും, മൈനസ് സൈൻ വൈ, സൈൻ വൈൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, കോസ് വൈ ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും, 0 മൈനസ് കോസ് വൈ പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് വൈ ആണ് എന്ത് വരുന്നത്, ഡോ സ്ക്വയർ ജി ബൈ ഡോ വൈ സ്ക്വയർ വരുന്നത്. അപ്പോൾ ഡോ സ്ക്വയർ ജി ബൈ ഡോ വൈ സ്ക്വയർ കിട്ടി. ഇനി ഡോ സ്ക്വയർ ജി ബൈ ഡോ എക്സ് ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യാം. ഡോ സ്ക്വയർ ജി ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ജി ബൈ ഡോ വൈ അല്ലേ. അപ്പോൾ നമ്മൾ ഡോ ജി ബൈ ഡോ വൈ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതായിരുന്നു. ഡോ ജി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു, ഇപ്പം നമുക്ക് ഡോ ജി ബൈ ഡോ വൈ നമ്മൾ ഇതിനു വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അത് നമുക്ക് എന്താ കിട്ടിയത്, ഡോ ജി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് സൈൻ വൈ പ്ലസ് സൈൻ എക്സ് എന്നാണ് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ വീണ്ടും എന്ത് ചെയ്യാം, എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ ജി ബൈ ഡോ എക്സ് ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സൈൻ വൈ പ്ലസ് സൈൻ എക്സ് വരും അല്ലേ. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ജി ബൈ ഡോ വൈ, ഡോ ജി ബൈ ഡോ വൈ ഇതാണ് വരുന്നത്, ഈക്വൽ ടു ഇതിനെ എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. അപ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് സൈൻ വൈ 0 ആയി പോകും, പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് വരും. ദാറ്റ് ഈസ് 2x പ്ലസ് കോസ് എക്സ് ആണ് എന്ത് വരുന്നത്, ഡോ സ്ക്വയർ ജി ബൈ ഡോ എക്സ് ഡോ വൈ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡോ സ്ക്വയർ ജി ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ ജി ബൈ ഡോ വൈ ഡോ എക്സും സെയിം ആണെന്ന്. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയ എന്താണ്, 2x പ്ലസ് കോസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് 2x പ്ലസ് കോസ് എക്സ് ആണ് കിട്ടിയത് അല്ലേ. എന്താണ് 2x പ്ലസ് കോസ് എക്സ്. അപ്പോൾ ഇനി ഇതും 2x പ്ലസ് കോസ് എക്സ് ആണോ എന്ന് നമുക്ക് ആൻസർ നോക്കാം. ഡോ സ്ക്വയർ ജി ബൈ ഡോ വൈ ഡോ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ജി ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ജി ബൈ ഡോ എക്സ്. ഡോ ജി ബൈ ഡോ എക്സ് നമ്മൾ നേരത്തെ ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. 2xy പ്ലസ് വൈ കോസ് എക്സ് ആയിരുന്നു. 2xy പ്ലസ് വൈ കോസ് എക്സ്, അല്ലെങ്കിൽ ഇതിനൊന്നും കൂടെ ചെയ്താൽ മതി. ഡോ ജി ബൈ ഡോ എക്സിനെ ഇതിന് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തൊരു 2xy പ്ലസ് ഇത് 0 ആയി പോകും, വൈ സൈൻ എക്സിൻ്റെ എന്ത് വരും, വൈ കോസ് എക്സ് എന്ന് വരും, ഈക്വൽ ടു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യാം. വൈയിൽ ചെയ്യുമ്പോൾ എന്ത് വരും, വൈ 1 ആയി പോകും അല്ലേ. അതായത് 2x പ്ലസ് വൈയിൽ ഇവിടെ 1 ആയി പോകുമ്പോൾ 2x പ്ലസ് കോസ് എക്സ് വരെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2x പ്ലസ് കോസ് എക്സ് തന്നെയാണ് ഇതും വരുന്നത് അല്ലേ. ഇതും എന്താണ് 2x പ്ലസ് കോസ് എക്സ്. അതായത് ഡോ സ്ക്വയർ ജി ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ ജി ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ ജി ബൈ ഡോ വൈ ഡോ എക്സും എന്താണ്, ഈക്വൽ ആണ്. ഇതാണ് എന്ത് പറയുന്നത്, മിക്സ്ഡ് ഡെറിവേറ്റീവ് തിയറം ഫോർ സെക്കൻഡ് ഓർഡർ. മിക്സ്ഡ് ഡെറിവേറ്റീവ് തിയറം ഫോർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇഫ് z is equal to log root of x square plus y square
Then prove that dou square z by dou x square plus dou square z by dou y square is equal to 0. അപ്പോൾ നമുക്ക് ഒരു പ്രൂഫാണ് അല്ലേ, പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ z എന്താന്ന് തന്നിട്ടുണ്ട്, ലോഗ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ലോഗ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ എങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു 1/2 എന്ന് എഴുതാം അല്ലേ. ഇതിന് ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ലോഗ് എക്സ് റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ 1/2 ലോഗ് എക്സ് ആണ്. ലോഗ് എക്സ് റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ 1/2 ലോഗ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ എന്ത് എഴുതാം, 1/2 ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ z is equal to 1/2 ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ z ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം ഫസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ആദ്യം എടുക്കണം. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ z ബൈ ഡോ എക്സ്. അപ്പോൾ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഡോ z ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡോ z ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് z ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് z എന്താണ്, 1/2 ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് എക്സ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇവിടെ എക്സ് എന്നുള്ളത് എക്സ് പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/x ആണ്. അതായത് 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു, ഇവിടെ എക്സിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻറ്റു 2x എന്ന് വരും അല്ലേ, ഇൻറ്റു 2x എന്ന് വരും. ആ 2 ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് എന്ത് വരുന്നത്, ഡോ z ബൈ ഡോ എക്സ്, ഡോ z ബൈ ഡോ എക്സ്. ഇനി നമുക്ക് ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ എന്ത് വരും, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ z ബൈ ഡോ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ z ബൈ ഡോ എക്സ്. ഇപ്പോൾ എന്താ കിട്ടിയത്, എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇൻറ്റു, ഇവിടെ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പോൾ എന്ത് വരും, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ന്യൂമറേറ്റർ വരും, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. എക്സിലാണ് ചെയ്യുന്നത്, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പറയുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് എക്സ് ഇൻറ്റു ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും. 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. It is equal to y square minus x square divided by x square plus y square whole square അല്ലേ. നമുക്കൊരു ടേം കിട്ടി. ഇതേതായിരുന്നു, ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതെന്താ വന്നത്, y സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി അതുപോലെ എന്ത് ചെയ്യാം, ഡോ സ്ക്വയർ z ബൈ ഡോ വൈ സ്ക്വയറും കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 ആണോ എന്ന് വരുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ z ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് z ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് z 1/2 ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരുന്നു. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അതിനുശേഷം ഡോ z ബൈ ഡോ എക്സ് നമ്മൾ എഴുതി, ഡോ z ബൈ ഡോ എക്സിനെ വിത്ത് റെസ്പെക്ട് വീണ്ടും എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം. കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതുപോലെ നമുക്ക് ഡോ സ്ക്വയർ z ബൈ ഡോ വൈ സ്ക്വയറും കാൽക്കുലേറ്റ് ചെയ്യാം. ഡോ സ്ക്വയർ z ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ z ബൈ ഡോ വൈ എന്ന് വരും അല്ലേ. അപ്പോൾ ഡോ z ബൈ ഡോ വൈ എങ്ങനെ എഴുതാം, ഇറ്റ്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് z എന്തായിരുന്നു, 1/2 ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ
ഈക്വൽ ടു 1/2 log xന്റെ ഡെറിവേറ്റീവ് 1/x² + y² ഇൻറ്റു 2y എന്ന് വരും അല്ലേ? കാരണം ഇവിടെ നമ്മൾ വൈയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ വൈയും വൈയും ക്യാൻസൽ ചെയ്തതിന് ശേഷം y/x² + y². ഇതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു y. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ∂² z/∂y² is equal to ∂y of y/x² + y². ഈ നേരത്തെ പോലെ തന്നെ ക്വോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം. x² + y² ഇൻറ്റു 1 മൈനസ് y ഇൻറ്റു ഇവിടെ വൈയിലാവുകൊണ്ട് ഇത് വരും x² ഡെറിവേറ്റീവ് 0 ആവും, വൈൻ്റെ ഡെറിവേറ്റീവ് y² 2y വരും, ഡിവൈഡഡ് ബൈ x² + y² whole square. That is equal to x² + y² minus 2y² divided by x² + y² whole square equal to ഇതെന്ത് വരും? x² - y² divided by x² + y² whole square അല്ലേ? അപ്പോൾ ∂² z/∂y² എന്താവുന്നത്? x² - y² divided by x² + y², ∂² x + ∂y², ∂² z/∂x² എന്ത് വന്നു? y² - x² divided by x² + y² whole square. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുമോ നോക്കാം അല്ലേ? അപ്പോൾ എന്ത് വരും? ഈക്വൽ ടു, ഞാൻ ഈ പോർഷൻ മായ്ക്കാണ്, ഈക്വൽ ടു നമുക്ക് ഇത് രണ്ടും കൂടെയാണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ? ഇതും കൂടെ ആഡ് ചെയ്യാം. ഈസ് therefore ∂² z/∂x² plus ∂² z/∂y² equal to y² minus x² divided by x² plus y² whole square plus x² minus y² divided by x² plus y² whole square. ഇവിടെ എന്താകും? 0 ആയി പോകില്ല, കാരണം y² minus y² ആണ്, x² minus x² ആണ്. അപ്പോൾ ഇത് എന്തായി പോകും? 0 ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ∂² z/∂x² plus ∂² z/∂y² equal to 0. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കുക. ഡയറക്റ്റ് ആയിട്ട് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും ചോദിക്കില്ല. ഇതുപോലെ അപ്പോൾ ഈ മെത്തേഡിലൊക്കെ ആയിരിക്കും ചോദിക്കുക, പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അതായത് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഈക്വൽ ടു 0 ആണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും പ്രൂവ് ചെയ്യാനായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ കോൺസ്റ്റൻ്റ് ആക്കുന്നത് എപ്പോഴും ആലോചിക്കുക. എക്സിൽ ചെയ്യുമ്പോൾ വൈനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക, വൈയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക. സെക്കൻഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിലും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.